കാണുന്നതെല്ലാം സത്യമാകണമെന്നില്ല, കേൾക്കുന്നതെല്ലാം സത്യമാകണമെന്നില്ല, ചെയ്യുന്നതെല്ലാം സത്യമാകണമെന്നില്ല, പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല. സത്യം ഒന്നു മാത്രം. ഇൻസൈറ്റ്, ദ ട്രൂ അനാലിസിസ്. ഇറാനിലെ ആണവ നിലയങ്ങൾ ലക്ഷ്യമിട്ട് വെള്ളിയാഴ്ച പുലർച്ചെ നടന്ന ഇസ്രായേലിൻ്റെ ഓപ്പറേഷൻ റൈസിംഗ് ലയണിന് പിന്നാലെ തെല്ലവീവ് ലക്ഷ്യമിട്ടിരിക്കുകയാണ് ഇറാൻ. അമേരിക്കയുമായുള്ള ഇറാന്റെ ആണവ ചർച്ച പുരോഗമിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത നീക്കമുണ്ടായത്. ഇറാന്റെ സൈനിക മേധാവിയും ആണവ ശാസ്ത്രജ്ഞരും അടക്കം കൊല്ലപ്പെട്ടിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യയിൽ വലിയ തോതിലുള്ള ഒരു യുദ്ധ സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ യുഎസിന് പങ്കുണ്ടെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. എന്നാൽ ഇറാനിയൻ സാമ്രാജ്യം രക്ഷിക്കാൻ ഇറാൻ നേതൃത്വത്തിന് രണ്ടാമതൊരു അവസരം എന്നാണ് ട്രംപ് ഈ ചർച്ചയെ വിശേഷിപ്പിച്ചത്. യഥാർത്ഥത്തിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ ശരിക്കുള്ള പ്രശ്നം എന്താണ്? അല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ മുൻപ് തന്നെ ഇപ്പോൾ അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതും അവിടെ ആണവായുധങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ. അവസാനം പിന്നെന്തുണ്ടായി? അത്തരത്തിൽ ഒന്നും തന്നെ അവിടെ ഇല്ല എന്നുള്ള റിപ്പോർട്ടുകൾ പിന്നീട് വന്നു. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെങ്കിൽ ഇസ്രായേലിന് വേണ്ടിയാണ് അമേരിക്ക പലതും ചെയ്യുന്നതെന്ന് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ജൂത സമൂഹം വളരെ സ്ട്രോങ് ആണ്. പല കാര്യങ്ങളിലും അവരാണ് ഇതിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ആഗ്രഹിച്ചിട്ടുള്ള എന്താണെങ്കിൽ അവർക്കെതിരെ വരാവുന്ന ശക്തികളൊന്നും മിഡിൽ ഈസ്റ്റിൽ പാടില്ല. അതിനാണ് ആദ്യം ഇറാഖിനെ ഒതുക്കി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്ന് ലെബനോൺ ഓൾറെഡി അറിയാമല്ലോ, നേരത്തെ തന്നെ കഴിഞ്ഞു. സിറിയ ആക്രമിച്ചു. ഓൾറെഡി സിറിയയും ഏതാണ്ട് പ്രശ്നങ്ങളിലൊക്കെ ഇതിൽ നിൽക്കുകയാണ്. ഇനിയുള്ളത് ഇറാൻ മാത്രമേ ഉള്ളൂ. അവർക്കൊരു ലിബിയൊക്കെ നേരത്തെ തന്നെ പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി അവർക്ക് പേടി സ്വപ്നമായി നിൽക്കുന്നത് ആകെ ഇറാൻ മാത്രമാണുള്ളൂ. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെങ്കിൽ 10 വർഷം ഇറാഖുമായി യുദ്ധം ചെയ്തിട്ട് അമേരിക്ക അടക്കമുള്ള എല്ലാ ശക്തികളും മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാവരും വന്ന് ഇറാഖിനെ സപ്പോർട്ട് ചെയ്തു, ഫിനാൻഷ്യലായിട്ടും അല്ലാതെയും. എന്നിട്ടും അവിടെ ഇറാൻ്റെ ഭാഗത്തായിരുന്നു വിജയം. അന്ന് അവർ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഹോർമുസ് സ്ട്രൈറ്റ് എന്ന് പറയുന്നത് ഇറാൻ്റെ കീഴിലാണ് വരുന്നത്. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ പോകുന്ന മിക്ക ഷിപ്പുകളും പാസ് ചെയ്യുന്ന അതിലാണ്. അപ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ കൈയടക്കി വച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അവിടെ എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമല്ലോ ചെയ്യാൻ കഴിയുന്നത് ഇറാനാണ്. അപ്പോൾ അവരൊരിക്കൽ പറയുകയും ചെയ്തിട്ടുണ്ട്, അത്തരത്തിൽ പ്രശ്നങ്ങളിലേക്ക് വന്നാൽ ഹോർമുസ് സ്ട്രൈറ്റ് ഞങ്ങൾ അടയ്ക്കുന്നതിലേക്ക് പോകുമെന്നുള്ളത്. പണ്ട് യുദ്ധം കഴിഞ്ഞിട്ടും എത്രയോ വർഷങ്ങളോളം എടുത്തു അവരുടെ ഈ കടലിൽ ഇട്ടിട്ടുള്ള മൈൻസിനെ സ്വീപ്പ് ചെയ്തെടുക്കാനായിട്ട്. അത് ഈ ഹോർമുസ് സ്ട്രൈറ്റിലൂടെ പിന്നീട് ഷിപ്സിന് പോകാൻ. അപ്പോൾ എത്രയോ ഷിപ്സ് അതിൽ പോകുന്നതെല്ലാം ഈ മൈൻസ് അടിക്കുമ്പോൾ തകരുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇറാൻ്റെ ശക്തി ഇവർ ശരിക്കും അസസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഒതുക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്രായേലിന് അണവായുധമുണ്ട് എന്നുള്ള എല്ലാവർക്കും അറിയാം, പക്ഷേ അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ ഇവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ പലപ്പോഴായിട്ട് പലരെയും കൊന്നു കഴിഞ്ഞു. ഇപ്പോൾ രണ്ടാളിപ്പോൾ അടുത്ത് വീണ്ടും. അപ്പോൾ അവരുടെ ഫോക്കസ് വളരെ ക്ലിയറാണ്, കൃത്യമാണ്. ഇറാൻ എന്ന ഒരു ശക്തി അവിടെ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ യുദ്ധം അതിൻ്റെ ഇതിൽ പോവുകയാണെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ പോലെ ആയിരിക്കില്ല. ഇത് ഒട്ടനവധി നാശനഷ്ടങ്ങൾ ഇസ്രായേലിനും അതുപോലെ മിഡിൽ ഈസ്റ്റ് തന്നെ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലേക്കാണ് ഇത് പോവുക. ഈ അമേരിക്ക ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഇത് എത്തില്ല. കാരണം ഇറാന് അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങൾ പലരുടെയും സപ്പോർട്ടുകളുണ്ട്. ഇറാൻ ഒറ്റയ്ക്കല്ല. മുൻപ് ഒറ്റയ്ക്കായിട്ട് പോലും ഇറാഖ് യുദ്ധത്തിൽ നല്ലൊരു വിജയം ഇറാൻ ഉണ്ടായിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അവരൊരു ആവേശമാണ്. ഇറാനിൽ എന്ന് പറയുമ്പോൾ അവർ രാഷ്ട്രത്തോട് ആ പാട്രിയോട്ടിസം, അവരുടെ ആവേശം ചെറുതല്ല, വലുതാണ്. ശരിയായ അർത്ഥത്തിൽ പരിശോധിക്കുമ്പോൾ ഇറാൻ്റെ മേൽ നിരവധിയായ ഉപരോധങ്ങൾ, ബരാക് ഒബാമയുടെ കാലത്ത് ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിബന്ധനകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. നിരവധിയായ കരാറുകളും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും ഉപരോധങ്ങളും ഇവരുടെ മേൽ കൊണ്ടുവരുന്നു. ഇത്തരത്തിലുള്ള സമ്മർദ്ദ ശക്തിയായിട്ടെല്ലാം നിൽക്കുമ്പോൾ ഇതിനേക്കാളും രൂക്ഷമായ ഒരു സാഹചര്യം പശ്ചിമ രാജ്യത്തു നിന്നും പടിഞ്ഞാറൻ ഭാഗത്തോട് കൃത്യമായിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഇല്ലാതെ ആക്രമിക്കാൻ തയ്യാറാകാതെ ഇരുന്ന ഇവർ
ഇപ്പോൾ പെട്ടെന്ന് ഒരു ചർച്ചയിലേക്ക് തന്നെ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു ചർച്ചയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ ആ സമയത്ത് തന്നെ വളരെ ധൃതിപ്പെട്ട ആസൂത്രിതമായി ഒരാക്രമണം ഇപ്പോൾ ഇറാൻ്റെ മേൽ നടത്തിയിരിക്കുന്നു. എന്തിനായിരുന്നു ഇത്ര ധൃതിപ്പെട്ട ഒരു ആക്രമണം? അല്ല, ഇസ്രായേലിനെ സംബന്ധിച്ച് നെതന്യാഹുവിന് വലിയ പ്രശ്നങ്ങളുണ്ട്. ജനങ്ങൾ നെതന്യാഹുവിന് ഓൾറെഡി എതിരായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ ഇങ്ങനൊരു യുദ്ധത്തിൻ്റെ അതിൽ കൊണ്ടുവന്നുകൊണ്ട് ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുക എന്നൊരു ഇതാണ് ഇപ്പം നെതന്യാഹു എടുത്തിട്ടുള്ളതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ ഈ സമയത്ത് അങ്ങനൊരു യുദ്ധത്തിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പണ്ട് മുതലേ ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നതിനൊക്കെ മുമ്പ് പേർഷ്യ എന്നാണ് മൊത്തത്തിൽ പറയുന്നത്. പേർഷ്യ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇറാനും ഇറാഖും ഇന്നത്തെ UAE അടക്കമുള്ള അല്ലെങ്കിൽ കുവൈറ്റ് അടക്കമുള്ള മൊത്തം സ്ഥലങ്ങളെയാണ് പേർഷ്യൻ ഗൾഫ് എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ അവിടുത്തെ സെറ്റിലേഴ്സിൽ നല്ലൊരു വിഭാഗം, ഇപ്പോൾ UAE എടുത്താൽ ഇപ്പോൾ ദുബായ്, ഷാർജ, റാസ്ലൈമൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒട്ടനവധി അവിടുത്തെ ലോക്കൽസ് എന്ന് പറയുന്നത് ബേസിക്കലി അവർ പഴയ ഇറാനികളാണ്, സെറ്റിലേഴ്സാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ കുവൈറ്റ് എടുത്താലും അതുപോലെ തന്നെ മറ്റുള്ള പല ബഹ്റൈൻ എടുത്താലും. അപ്പോൾ ഇവിടെയെല്ലാം അവർക്ക് നല്ല സ്വാധീനങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ സിറിയയിൽ പോലും ഉള്ള പ്രശ്നങ്ങൾ എന്താ? സിറിയയിൽ വന്നപ്പോഴും അവിടെ ഇപ്പോൾ ഇറാഖിലാണെങ്കിലും നല്ലൊരു വിഭാഗം ഇറാനിയൻസ് അല്ലേ, അവിടെ 3 വിഭാഗങ്ങളിലെ ഉണ്ടായിരുന്നല്ലോ. ആ വിഭാഗങ്ങൾ നല്ല വിഭാഗം മറ്റേ ഇറാനിയൻസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇറാനിയൻസിന് എതിരെ എന്ത് ചെയ്യുമ്പോഴും മറ്റ് ഈ പറയുന്ന രാഷ്ട്രങ്ങളിലൊക്കെ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നെതന്യാഹു എടുത്ത ഈ സ്റ്റെപ്പ് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് വലിയ പ്രശ്നങ്ങളെ അവസാനിക്കുള്ളൂ. തീർച്ചയായും അമേരിക്ക സാധാരണ രീതിയിൽ ആയുധങ്ങൾ വിറ്റാണ് അവരുടെ ജീവിതമെന്നും അവരുടെ പുതിയ ടെക്നോളജികൾ വിറ്റാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇന്നിപ്പോൾ തന്നെ ലേറ്റസ്റ്റായി സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയെ ട്രംപ് ഔദ്യോഗികമായിട്ട് വിരുന്ന് സൽക്കാരത്തിന് ക്ഷണിച്ചിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെ ട്രംപ് ഇപ്പോഴും ഇന്ത്യയോടൊപ്പമാണെന്നും ഫ്രണ്ട് എന്ന രീതിയിലാണ് ട്രംപിനെ കാണുന്നതെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ പറയുമ്പോഴും കൃത്യമായിട്ട് അമേരിക്ക നടത്തുന്ന ഒരു 2 വള്ളത്തിലുള്ള ഒരു കളി നടക്കുന്നുണ്ട്. ഇവിടെ ശരിക്കും തമ്മിലടിച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കയുടെ ആ ശക്തി അല്ലെങ്കിൽ ആ ബുദ്ധിയെ അതിനെ നമുക്ക് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അതിനെ വിലയിരുത്താനാവും? അല്ല, മുൻപ് പോലും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമാണ്. അമേരിക്ക എന്നും അങ്ങനെ തന്നെയാണല്ലോ. ആദ്യം കുവൈറ്റ് ഇൻവേഷൻ വന്നപ്പോൾ ഇറാഖ് അമേരിക്കയെ അറിയിച്ചുകൊണ്ടാണ് ഇൻവേഷന് പോയത്. അന്ന് ശരിയെന്ന് പറഞ്ഞു. അവിടെ ഭാഗത്ത് ശരിയുണ്ട്, അവർക്ക് അവകാശപ്പെട്ട ഓയിൽ ഫീൽഡ്സ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നങ്ങൾ അതിൻ്റെ മുകളിലാണോ തുടക്കം വരുന്നത്. അനുവാദം കൊടുത്ത് അത് ഏറ്റവും നല്ല ആലിയായിരുന്നു ഇറാഖിൻ എന്ന് പറയുമ്പോൾ US-ൻ്റെ. അപ്പോൾ അവരുടെ ബുഷിൻ്റെ കാലത്ത് അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് കുവൈറ്റ് ഇൻവേഷൻ നടത്തിയത്. എന്നിട്ട് പിന്നെ ഉണ്ടായതെന്താ? അവസാനം സദ്ദാമിനെ വരെ കൊല്ലുന്നതിലേക്ക് വരെ എത്തിയില്ലേ, പിടിച്ചെടുത്ത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാക്കി. അപ്പോൾ എന്നും അവർക്ക് അവരുടെ മാത്രമല്ല അമേരിക്ക ചെയ്തെന്താ, അവിടുത്തെ വന്ന നഷ്ടങ്ങളെ മുഴുവൻ ഇറാഖി ഓയിൽ കൊണ്ടുപോയി അവരുടെ നഷ്ടങ്ങളെ മുഴുവൻ കുവൈറ്റിൻ്റെയും അമേരിക്കൻ ആർമിയോടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ചെയ്യുന്നുള്ള ഇതും അവിടുന്ന് അവരെടുത്തില്ലേ. അപ്പോൾ അമേരിക്ക എന്നും അവരുടെ എക്കണോമി നിലനിർത്തുന്നതിന് ഇത്തരത്തിൽ അവരുടെ ആയുധം വിൽക്കുന്നതിനും ആവശ്യമായ ഒരു സമീപനമാണ് എല്ലാ കാലത്തും എടുത്തിട്ടുള്ളത്. നമുക്ക് വളരെ വ്യക്തമാണ് അതിൽ. ഓരോ കാലഘട്ടത്തിലും സംഭവിക്കുന്ന ഏതിൻ്റെ പേരിലാണെങ്കിലും, ഓയിലിൻ്റെ പേരിലായിക്കോട്ടെ, മറ്റ് സമ്പത്തിൻ്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഭാഷയുടെ, ജാതിയുടെ, മന്ത്രത്തിൻ്റെ പേരിലായിക്കോട്ടെ, യുദ്ധങ്ങളെന്നും അല്ലെങ്കിൽ സംഘർഷങ്ങളെന്നും ഒരു നാടിനും നല്ലതല്ല, ഒരു ജനതയ്ക്കും നല്ലതല്ല. ഈ സമയത്ത് അടിയന്തരമായ ഒരു ഇടപെടൽ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു ഉണ്ടായില്ല എങ്കിൽ ഈ 3ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്? അല്ല, UN-ന് റോളില്ലാത്ത അവസ്ഥയല്ലോ. പണ്ട് UN ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പം UN റോളില്ല. കാരണം അമേരിക്ക ഇത്തരത്തിൽ ചാഞ്ചാടി പല കളികളും നടത്തുന്നുണ്ട്. എന്ത് വന്നാലും എനിക്ക് വീറ്റ് ചെയ്യുന്ന ഒരു ഇതുള്ളതുകൊണ്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ UN റോൾ കഴിഞ്ഞു.
പേരിനൊരു UN ഉണ്ടെന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. യുണൈറ്റഡ് നേഷൻസിൻ്റെ മുഖ്യമായിട്ടുള്ള ഇത് എവിടെയെങ്കിലും സംഘർഷവാക്യം ഉണ്ടാകുമ്പോൾ പല രാഷ്ട്രങ്ങളിൽ ഈ സേനകളെ ഇറക്കിയിട്ട് താൽക്കാലികമായിട്ടുള്ളൊരു സമാധാനം കൊണ്ടുവരുന്നതിനപ്പുറം ഒന്നുമില്ല. അപ്പോൾ ആ പഴയ കാലഘട്ടത്തിൽ ആ UN-ൻ്റെ സ്ട്രെങ്ത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അപ്പോൾ ഇത് എവിടെത്തും നമുക്ക് പറയാൻ പറ്റില്ല. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. നമ്മൾ ഏത് യുദ്ധത്തെപ്പറ്റി, ഏതെല്ലാം രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുണ്ടെങ്കിലും അവിടെ നഷ്ടങ്ങളെ സംഭവിച്ചിട്ടുള്ളൂ. അതിന് മുതലെടുക്കുന്ന ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന പലരും ഉണ്ടായിരിക്കാം. അവർക്ക് ലാഭം ഉണ്ടാവുമെന്നല്ലാതെ ഈ യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്ക് അത് വലിയ നഷ്ടങ്ങളെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ജനങ്ങളുടെ ജീവൻ മാത്രമല്ല, അവരുടെ മറ്റുള്ള പലതും നഷ്ടപ്പെടുന്ന എത്രയോ വർഷങ്ങളോളം എടുക്കും പിന്നീട് അവർക്ക് തിരിച്ച് റീബിൽഡ് ചെയ്ത് വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് പോകാതെ നോക്കലാണ് ആവശ്യം. അതിലേക്കുള്ള ഒരു ചിന്തയിലേക്കാവട്ടെ ഇതും എത്തേണ്ടത് എന്ന് മാത്രമാണ് എനിക്കതിൽ പറയാനുള്ളത്.